ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ദുഃഖവെള്ളി. ദൈവം തൻ്റെ മക്കളുടെ പക്കലേക്ക് ഇറങ്ങി വന്നപ്പോൾ ദൈവത്തെ തിരിച്ചറിയാതെ അവനെ വിജാതിയുടെ കൈകളിൽ കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതും ദൈവത്തിന്റെ വലിയ രക്ഷാകര പദ്ധതിയിൽ അത് മനുഷ്യവർഗം മുഴുവന്റെയും പാപപരിഹാര ബലിയായതുമൊക്കെ നമ്മൾ ഇന്ന് അനുസ്മരിക്കുകയാണല്ലോ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാം വാക്യത്തില് വചനം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ സ്വന്തം ജനങ്ങളുടെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല, അവനെ സ്വീകരിച്ചില്ല. എന്തുകൊണ്ടാണ് അവർ അവനെ സ്വീകരിക്കാതിരുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, അവൻ ജീവിച്ച ആ കാലഘട്ടത്തിൽ വലിയൊരു ശതമാനം അവനെതിരായിരുന്നുവെന്ന് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കിയിരുന്ന പുരോഹിതരടങ്ങുന്ന സദൂക്കായുടെ കൂട്ടവും, നിയമത്തിലെ കർക്കശം പിടിച്ചിരുന്ന ഫരിസയരുടെ കൂട്ടവും, ആയുധത്തിൽ ആശ്രയിച്ചിരുന്ന വലിയൊരു തീവ്രവാദികളുടെ കൂട്ടവും, വലിയ കൊള്ളലാഭം ഉണ്ടാക്കിയിരുന്ന ചുങ്കക്കാരുടെ കൂട്ടവുമൊക്കെ എന്നും അവന്റെ പഠിപ്പിക്കലുകൾക്കും അവന്റെ പ്രവർത്തനങ്ങൾക്കും എതിരായിരുന്നു. അവന്റെ കൂട്ടുകാരായി കൂടെ ഉണ്ടായിരുന്നവർ സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിലുണ്ടായിരുന്നവരുമാണെന്നൊക്കെ വചനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ ദുഃഖവെള്ളിയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ അവന്റെ പഠിപ്പിക്കലുകളും അവന്റെ ജീവിതവും ഇനിയും നമ്മെ ആകർഷിക്കുന്നില്ലെങ്കിൽ നമ്മളും വീണ്ടും അവനെ കുരിശിലേറ്റുന്നവരുടെ, അവനെ ദുഃഖവെള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയല്ലേ. പരാജയത്തിന്റെ അടയാളമായി കണക്കാക്കപ്പെട്ടിരുന്ന കുരിശ് ഇതുപോലൊരു ദുഃഖവെള്ളിയിൽ അന്ന് കാൽവരിയിൽ ഉയർത്തപ്പെട്ടതോടെ രക്ഷയുടെ അടയാളമായി മാറി. കുരിശിൽ നമുക്ക് അഭിമാനിക്കാം. ഈശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.